ലവ് ജിഹാദ് വിഷയത്തിൽ പി.സി. ജോർജിനെ പിന്തുണച്ച സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഫാദർ പോൾ തേലക്കാട്ട്. ലവ് ജിഹാദ് ഇല്ലെന്ന് പോലീസും എൻ.ഐ.എയും വ്യക്തമാക്കിയതാണ്. അവർക്കറിയാത്തത് മെത്രാൻമാർ എങ്ങനെ അറിഞ്ഞെന്നും തേലക്കാട്ട്. ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ ലവ് ജിഹാദ് കുപ്രചരണത്തെയും അതിനെ പിന്തുണച്ച സീറോ മലബാർ സഭയെയും തള്ളി സീറോ മലബാർ സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് രംഗത്തെത്തി. ലവ് ജിഹാദ് ഇല്ലെന്ന് പോലീസും എൻ.ഐ.എയും തന്നെ കോടതികളിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ്. അവർക്കറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാൻമാർ എങ്ങനെ അറിഞ്ഞെന്നും പി.സി. ജോർജിന്റെ നിലപാടിനെ പിന്താങ്ങിയ സീറോ മലബാർ സഭാ നിലപാടിൽ ആശ്ചര്യവും സങ്കടവും ഉണ്ടെന്നും ഫാദർ പോൾ തേലക്കാട്ട് വ്യക്തമാക്കി. സുസ്ഥിരത തകർത്ത് സാമൂഹികവും മതപരവുമായി വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരവും ഉത്തരവാദിത്വരഹിതവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യാനികൾ ആരുമായും വെറുപ്പിനും വൈരത്തിനും പോകരുത്. പിതാക്കന്മാരും അച്ഛന്മാരും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. വൈരത്തിന്റെ ഭാഷയല്ല, സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയാണ് ക്രിസ്ത്യാനികൾ പറയേണ്ടത്. അതല്ലാത്തത് മാർപ്പാപ്പ പറയുന്നതിന് വിരുദ്ധമാണ്. മതത്തിന്റെ ആളുകളായി നിന്ന് സംസാരിക്കുന്നവർ സമൂഹത്തിലെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാനും സമാധാനം ഉണ്ടാക്കാനും വൈര്യം ഉണ്ടാക്കാതിരിക്കാനും ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്നില്ല എന്നത് കുറ്റകരമാണെന്നും ഫാദർ തേലക്കാട്ട് പറഞ്ഞു. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് പി.സി. ജോർജിനുള്ളതെന്നും ക്രൈസ്തവ കുടുംബങ്ങളിലെ അന്തരീക്ഷം വഷളാക്കാൻ എന്തിനാണ് ജോർജ് ശ്രമിക്കുന്നതെന്നും ഫാദർ പോൾ തേലക്കാട്ട് ചോദിക്കുന്നു. മുസ്ലിം വൈര്യം സൃഷ്ടിക്കുന്ന കാസ പോലുള്ള സംഘടനകളെ ഗൗരവത്തോടെ കാണാനും നിയന്ത്രിക്കാനും ശ്രമിക്കണം. വൈര്യത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ നിരുത്സാഹപ്പെടുത്തണം. തീവ്രവാദ വികാരമുയർത്തുന്ന സംഘടനകൾക്ക് സഭയുടെ അകത്തുനിന്ന് പിന്തുണ കിട്ടുന്നുണ്ടെന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്ന് തിരിച്ചറിയാനാകാത്തത് എന്തുകൊണ്ടാണെന്നും ഫാദർ പോൾ തേലക്കാട്ട് ചോദിക്കുന്നു. ബി.ജെ.പി. മുസ്ലിങ്ങളെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണെന്നും അവർക്ക് കേരളത്തിൽ അധികാരം പിടിക്കാൻ സുറിയാനി ക്രിസ്ത്യാനികളെ വശീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ലെന്ന് ജേക്കബ് പുന്നൂസ് സംസ്ഥാന DGP ആയിരുന്നപ്പോൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ്. ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് എൻ.ഐ.എ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു വ്യവസ്ഥാപിത പരിപാടി ഇല്ലെന്നാണ്. അത്തരം സംഘടിതമായുള്ള ഗൂഢപ്രവർത്തനമോ സംഘമോ മതത്തിൽ ഇല്ലെന്ന് പോലീസും അന്വേഷണ സംഘങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് പോലീസിനോട് പറയണം. അല്ലാതെ സമൂഹത്തിൽ പറഞ്ഞ് സുസ്ഥിരത തകർത്ത് സാമൂഹികവും മതപരവുമായി വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരവും ഉത്തരവാദിത്വരഹിതവുമാണ്. 2020 ജനുവരിയിൽ സീറോ മലബാർ സഭ സിനഡ് തന്നെ ഇതു സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഉത്തരവാദിത്വരഹിതമാണ്. അങ്ങനെ പരസ്പരം അകറ്റാനും മതവൈര്യം ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിയണം. മതങ്ങളും സമുദായങ്ങളും തമ്മിൽ പരസ്പരം വൈര്യം ഉണ്ടാകരുത്, കലഹമുണ്ടാകരുത്. അത് സമൂഹത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ മുസ്ലിം സമുദായവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള ഉടമ്പടികളും പ്രവർത്തനങ്ങളും നടത്തുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ മെത്രാൻമാരും നേതാക്കളും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണം. പി.സി. ജോർജിന്റെ നിലപാടിനെ പിന്താങ്ങിയ സീറോ മലബാർ സഭ നിലപാടിൽ ആശ്ചര്യവും സങ്കടവുമുണ്ട്. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് 2020 ജനുവരി 14 ഒരു പ്രസ്താവന ഇറക്കി. പോലീസും എൻ.ഐ.എക്കും അറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് ഈ മെത്രാൻമാർ എങ്ങനെയാണ് അറിഞ്ഞത്? മതത്തിന്റെ ആളുകളുമായി സംസാരിക്കുന്നവർ സമൂഹത്തിലെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാനും സമാധാനം ഉണ്ടാക്കാനും വൈര്യം ഉണ്ടാക്കാതിരിക്കാനും ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്നില്ല എന്നത് കുറ്റകരമാണ്. ക്രിസ്ത്യാനികൾ ആരുമായും വെറുപ്പിനും വൈര്യത്തിനും പോകരുത്. ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദുക്കളുമായുമെല്ലാം സൗഹാർദ്ദത്തിൽ ജീവിക്കുകയാണ് വേണ്ടത്. അതിന് വിരുദ്ധമാവാതെ പിതാക്കന്മാരും അച്ഛന്മാരും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. വൈര്യത്തിന്റെ ഭാഷയല്ല, സഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷ പറയണം. അതല്ലാത്തത് മാർപ്പാപ്പ പറയുന്നതിന് വിരുദ്ധമാണ്. പി.സി. ജോർജ് ഇതിനു മുൻപും പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. സ്ത്രീ പുരുഷന്മാർ സമത്വമുള്ളവരായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്. പഠിക്കാനും വളരാനുമുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അവരുടെ കല്യാണക്കാര്യം അവരും കുടുംബവുമാണ് തീരുമാനിക്കേണ്ടത്. അത് കെട്ടിയേൽപ്പിക്കേണ്ട കാര്യമല്ല. ഇത്ര പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്നുള്ള കൽപ്പന ഇറക്കാൻ പി.സി. ജോർജിന് എന്താണ് ഉത്തരവാദിത്തം? ക്രൈസ്തവ കുടുംബങ്ങളിലെ അന്തരീക്ഷം വഷളാക്കാൻ എന്തിനാണ് പി.സി. ജോർജ് ശ്രമിക്കുന്നത്? കാസ പോലുള്ള മുസ്ലിം വൈര്യം സൃഷ്ടിക്കുന്ന സംഘടനകൾ ഇവിടെ വളരുന്നുണ്ട്. അത് ഗൗരവത്തോടെ കാണാനും നിയന്ത്രിക്കാനും ശ്രമിക്കണം.
വൈരത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമാകാതെ വിവേകപൂർവ്വം വർത്തിക്കാനും നേർവഴിക്ക് നടത്താനും ശ്രമിക്കേണ്ടവർ തന്നെ വഴിതെറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകരുത്. ഇത്തരം നീക്കങ്ങളെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കണം. വൈരത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ നിരുത്സാഹപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. BJP മുസ്ലിങ്ങളെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. BJP പോലൊരു ഹിന്ദുത്വ പാർട്ടിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ സഹകരണം വേണമെന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനായി സുറിയാനി ക്രിസ്ത്യാനികളെ വശീകരിക്കാനുള്ള ശ്രമം ഉണ്ടായെന്ന് ഗൗരവപരമായി ആശങ്കപ്പെടുന്ന മനുഷ്യനാണ് താൻ. അത് സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് പറയാനാകില്ല. അതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ആ വഴിയിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള വിവേകം സഭാ നേതാക്കൾക്കുണ്ടാകണം. അത് അപകടത്തിന്റെ വഴിയാണെന്ന് തിരിച്ചറിയണമെന്നും ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു. എന്തായാലും ലവ് ജിഹാദ് വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഫാദർ തേലക്കാട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.